എല്ലാവർക്കും നമസ്കാരം. ഞാൻ മനേഷ് കുമാർ തൃപ്പൂണിത്തുറ MQSന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടു കൂടി മുമ്പോട്ട് പോകുന്നു. ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ്. 2023 മുതൽ ഉപയോഗിക്കുന്ന ഒരു ചാർട്ടാണ്. ഈ ഒരു ചാർട്ട് മെയിൻലി എൻട്രി, എക്സിറ്റ്, കൺസോൾട്ടേഷൻ, സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ഏരിയ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇത് F&O, MCX, Forex, ക്രിപ്റ്റോ, സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും വളരെ ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ചാർട്ടാണ്. അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് വിളിക്കാം. എൻ്റെ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട്. ഞാൻ ഓൾറെഡി ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, നോൺ സ്റ്റോപ്പായിട്ട് മാർക്കറ്റിൽ റൈഡ് ചെയ്തിട്ട് മാക്സിമം പീക്ക് ലെവലിൽ കൊണ്ടെത്തിക്കുന്ന രീതിയിലുള്ള വീഡിയോ ചെയ്യാം എന്ന് ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു ഹൈ വോളിയം ജനറേറ്റ് ചെയ്താൽ മാർക്കറ്റ് പറന്നായിരിക്കും 311 പോകണം. അതാണ് പറഞ്ഞത്, ഹൈ വോളിയത്തിലായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യുന്നത് സിംഗിൾ ക്യാൻഡിലിൽ. ശരിക്കും പറഞ്ഞാൽ ഇവിടെയൊന്നും ഇനിയും നിൽക്കാനുള്ള ഉദ്ദേശമൊന്നും ഇല്ല മാർക്കറ്റ് എൻ്റെ കണക്കുകൾ പ്രകാരമാണെങ്കിൽ 337 വരെ വരാനായിട്ടുണ്ട്. അപ്പോൾ മാർക്കറ്റ് 337 ആയിട്ടുണ്ട്. ഞാൻ പിയിൽ രണ്ടാമതൊരെണ്ണം എടുത്ത് ആവറേജിങ്ങിന് വേണ്ടി ഹോൾഡ് ചെയ്യുന്നുണ്ട്. വരുന്ന അതേ സ്പീഡിൽ തിരിച്ചു പോയിക്കൂടാകില്ല, കാരണം ഷോർട്ട് ടേം ട്രേഡിംഗ് ആണ്. അപ്പോൾ ഈ ഒരു RSI ക്രോസ് ഓവറിന് വെച്ചിട്ട് എങ്ങനെയാണ് ഒരു ലോങ് ഹോൾഡ് ചെയ്യുന്നതെന്ന് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ മാക്സിമം കാണിക്കാനായിട്ട് ശ്രമിക്കാം. 273 എന്തായാലും കിട്ടണം, അതിനകത്ത് ഒരു കോംപ്രമൈസും ഇല്ല. ഓക്കെ, 276. ഓക്കെ, പോകാം വീഡിയോയിലേക്ക്. 12/8/2025 പ്രീ മാർക്കറ്റ് അപ്ഡേറ്റഡ് വീഡിയോ ആണ് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അനലൈസ് ആണ്. നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ കൂടെ അനലൈസ് ചെയ്യണമേ എന്നുള്ള റിക്വസ്റ്റോട് കൂടി സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത്, ഞാൻ ഈ ഒരു സ്ട്രാറ്റജി ചാർട്ട് റീഡിംഗ് ആണ് പഠിപ്പിക്കുന്നത്. ഇതിപ്പോൾ എല്ലാ വീഡിയോയിലും പറയേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒന്നും അറിയാത്ത ആളുകൾ, തുടക്കക്കാർ എന്നെ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. അവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോസ് എല്ലാം യൂട്യൂബിലുണ്ട്. ബേസിക് പഠിക്കാനുള്ള എല്ലാം നല്ല അടിപൊളി വീഡിയോസ് യൂട്യൂബിൽ അവൈലബിൾ ആണ്. അപ്പോൾ എൻ്റെ സ്ട്രാറ്റജിയാണ് മറ്റുള്ളവരെ ഞാൻ ഈ ഒരു ചാർട്ടിലൂടെ പഠിപ്പിച്ച് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. മാർക്കറ്റ് മൈനസ് ട്രെൻഡിലാണ്, അല്ലെങ്കിൽ ന്യൂട്രൽ ഓപ്പൺ ആയിരിക്കും. കാരണം ഇവിടെ ഒരു പിൻബാർ ഫോം ചെയ്തിട്ടുണ്ട്. RSIയിൽ ഒരു ക്രോസ് ഓവർ വന്നിട്ടുണ്ട്. പ്രീവിയസ് ക്യാൻഡിൽ 2 എണ്ണം മാർക്കറ്റിൽ വീക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ മാർക്കറ്റിൽ ആദ്യമേ പിയിലേക്കുള്ളൊരു കോൺസെൻട്രേഷൻ, എൻ്റെ മേജറായിട്ടുള്ള സ്റ്റോപ്പ് ലോസ് ഏരിയ 143 ആണ്. അപ്പോൾ ആദ്യം ഞാൻ മാർക്കറ്റിൻ്റെ ഒരു ഫ്ലക്ച്വേഷൻ ആദ്യത്തെ ക്യാൻഡിലൊക്കെ ഫോം ചെയ്യുന്നതിന് ബേസ് ചെയ്ത് പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്താൽ എന്താണെന്ന് ആലോചിക്കുന്നുണ്ട്. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് എന്ത് ചെയ്യാം, ഫ്യൂച്ചറിൻ്റെ ചാർട്ടിലെ സ്ട്രക്ചർ ഒന്ന് മനസ്സിലാക്കിയിട്ട് വരാം. അപ്പോൾ 24,660 ഞാനൊരു ഇത്തിരി വൈഡായിട്ടൊന്ന് രാവിലെ പ്രീ പ്ലാൻ ചെയ്യുന്നുണ്ട്. 24,660 റെക്ടാങ്കിൾ ബോക്സ് ആണ്. 24,630 എടുക്കാം. ഇന്നലെ എടുത്തത് വീഡിയോയിൽ പറയുന്ന അതാണെന്ന് തോന്നുന്നു എനിക്ക്. ഓക്കെ, ഈ ഒരു റെക്ടാങ്കിൾ ബോക്സ് ഒരു കൺസോൾട്ടേഷൻ സോണാണ്. അപ്പോൾ ഇന്നലെ വീഡിയോയിൽ പറയുന്ന പോലെ വലിയ ഗ്യാപ്പ് അപ്പോ ഗ്യാപ്പ് ഡൗൺ ആണെങ്കിലാണ് അപ്ഡേറ്റഡ് വീഡിയോയിൽ അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യമുള്ളൂ, അല്ലാതെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഞാൻ മെയിൻലി ആദ്യം ഫോക്കസ് ചെയ്യുന്നത് SMA സപ്പോർട്ട് എടുക്കുമോ, അതായത് 24,560 വിത്ത് SMA. ആ SMA സപ്പോർട്ട് എടുത്തിട്ട് തിരിച്ചു മാർക്കറ്റ് മുകളിലോട്ട് പോയി 24,600 ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ 24,650, 690, 710 ഭാഗത്തേക്കൊക്കെ ആയിരിക്കും ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. അത് മൊത്തത്തിലൊരു എന്താ പറയണ്ടേ, ഒരു റെക്ടാങ്കിൾ ബോക്സ് ആയിട്ട് അഡീഷണൽ ഞാൻ വരച്ചു വെച്ചിട്ടുണ്ട്. ഈ ബോക്സിൻ്റെ അകത്തെ സ്പേസ് ആയിരിക്കും അപ്പർ സൈഡിലേക്ക് ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്നത്. അപ്പോൾ റെക്ടാങ്കിൾ ബോക്സ് മറ്റേ ഇത്തിരി ചെറുതാക്കി വെക്കാം. സാധാരണ ചെയ്യുന്നതിൽ നിന്നും ഇത്തിരി വ്യത്യാസമുണ്ട്. നേരെ മറിച്ച് SMA ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ, അതേപോലെ 24,560 താഴത്തോട്ട് മാർക്കറ്റ് വന്നു കഴിഞ്ഞാൽ ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്ന കൺസോൾട്ടേഷൻ സോണ് അല്ലെങ്കിൽ
പ്രോഫിറ്റ് എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന സ്പേസ് ഇതിൻ്റെ അകത്തുനിന്നായിരിക്കും. ക്യാപിറ്റൽ പ്രൊട്ടക്റ്റ് ചെയ്യണം, അത് മസ്റ്റാണ്. കാരണം ഇവിടെയൊക്കെ കൺസോൾട്ടേഷനാണ്, താഴത്തും മുകളിലും ഒക്കെ. അപ്പോൾ വൺ സൈഡ് മൂവ്മെൻറ്റ് ഹൈ വോളിയം വന്നാൽ മാത്രമാണ് മാർക്കറ്റിൽ ഉണ്ടാവുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ പതുക്കെ 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 ഫ്യൂച്ചർ മൂവ് ചെയ്യുമ്പോൾ സ്ട്രൈക്ക് അതനുസരിച്ചിട്ടുള്ള മൂവ്മെൻറ്റ് കിട്ടണമെന്നില്ല. സ്ട്രൈക്ക് ഡി കെ ടൈം ഡി കെ വന്നിട്ട് മൈനസ് ആവാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് കൺസിസ്റ്റൻറ്റ് പ്രോഫിറ്റ് എടുത്ത് ആദ്യമേ അങ്ങ് മാറുക, ദെൻ ബാക്കി കാര്യങ്ങൾ ആലോചിക്കുക. അപ്പോൾ 24,560 വിത്ത് SMA സപ്പോർട്ട് എടുത്തിട്ട് തിരിച്ചു മുകളിലോട്ട് പോയാൽ, അതായത് ഒരു ഹൈ ഒരു ലോ, അടുത്ത ഹൈ വന്ന് നിൽക്കുന്നത് ഏകദേശം 24,700 ഭാഗത്തായിരിക്കും, അല്ലെങ്കിൽ അതിനും മുകളിലോട്ടായിരിക്കും. അത് ആ സമയത്ത് അതിനെപ്പറ്റി ഞാൻ ആലോചിക്കുന്നുള്ളൂ. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഈ ഒരു സ്ട്രക്ചർ മുകളിലോട്ട് പോവോ അതോ ഇവിടെ തന്നെ കൺസോൾട്ടേഷൻ ആവുമോ എന്നുള്ളതൊക്കെ നോക്കണം. ഈ പറയുന്ന പോലെ ഏറ്റവും ബെറ്റർ എന്ത് കൺസോൾട്ടേഷൻ ആണെങ്കിലും എന്ത് മൂവ്മെൻ്റ് ആണെങ്കിലും 10-21 പോയിൻ്റൊക്കെ ഒപ്പിച്ചെടുക്കാനായിട്ട് ശ്രമിച്ചാൽ അത്രയും ബെറ്ററാണ്. അതായത് ഇപ്പോൾ ഒരു 3 ലോട്ടിൽ 10-21 പോയിൻ്റ് എടുക്കുക, ബാക്കി ഒരെണ്ണം കോസ്റ്റ് ടു കോസ്റ്റിൻ്റെ 1 പോയിൻ്റ് മുകളിൽ ഇട്ടിട്ട് ഹോൾഡ് ചെയ്ത് വെക്കുക. അങ്ങനെ തന്നെ മാസം ചെയ്താൽ 400-600 പോയിൻ്റ് ഈസി ആയിട്ട് കിട്ടും. അതെല്ലാവർക്കും അറിയാം, ഞാൻ പറയാതെ തന്നെ. ബട്ട് എൻട്രി എടുക്കുന്നതിലാണ് പ്രാധാന്യം. എവിടെ എൻട്രി എടുക്കുന്നു, എവിടെ സ്റ്റോപ്പ് ലോസ് ഇടുന്നു, എവിടെ ആവറേജ് ചെയ്യുന്നു, ഇതിലാണ് മെജോറിറ്റി പ്രാധാന്യം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഫ്യൂച്ചറിൽ എൻ്റെ പ്ലാനിങ്ങുകൾ. അത്ര വലിയ കോംപ്ലിക്കേഷൻ സിറ്റുവേഷൻസ് ഒന്നുമില്ല. SMA സപ്പോർട്ട് എടുക്കുന്നതിനെ ബേസ് ചെയ്തിട്ടിരിക്കും ബാക്കി പരിപാടി. അപ്പോൾ നേരെ സ്ട്രൈക്കിലേക്ക് പോവുകയാണെങ്കിൽ പിയുടെ മൂവ്മെൻറ്റ് 142 താഴത്തോട്ട് വരാതെ ക്യാൻഡിൽ ക്ലോസ് ചെയ്യാത്ത അത്രയും കാലം സിയിലേക്ക് ഞാൻ ഫോക്കസ് ചെയ്യില്ല. 143 മേ ബി സപ്പോർട്ട് എടുക്കാം, അല്ലെങ്കിൽ അവിടെ നിന്ന് നിൽക്കുന്ന ലെവലിൽ നിന്ന് ചെറിയൊരു ഫ്ലക്ച്വേഷൻ വന്ന് മാർക്കറ്റ് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ 195 ഒരു കൺസോൾട്ടേഷൻ സോണാണ്. അപ്പോൾ ഇപ്പോഴത്തെ നിലവിലെ മൂവ്മെൻറ്റ് 9 ആയിട്ടുണ്ട്. അപ്പോൾ എന്താ നിൽക്കുന്ന അവസ്ഥ? 21 പോയിൻ്റാണ് മൈനസിൽ ഡൗൺ. അതിനർത്ഥം 180, 195, 208 അതിൻ്റെ അവിടെയാണ് മാർക്കറ്റ് ഇപ്പോൾ എന്താ പറയണ്ടേ, കൺസോൾട്ടേഷൻ ചെയ്ത് നിൽക്കാനായിട്ടുള്ള ചാൻസ്. 195 കൺസോൾട്ടേഷൻ സോണാണ്. അപ്പോൾ ചെറിയ സ്റ്റോപ്പ് ലോസ് ഒന്നും അവിടെ ഇടൽ നടക്കുമെന്ന് തോന്നുന്നില്ല. 208 പോയിട്ട് തിരിച്ച് റിജക്റ്റ് ആവാം. 208 മുകളിലോട്ടൊരു മൂവ് കിട്ടിക്കഴിഞ്ഞാൽ 242, 262, 305, 330 ഇതൊക്കെയാണ് എൻ്റെ മേജറായിട്ടുള്ള ടാർഗറ്റ് ലെവലിൽ. അതിൽ ഞാൻ ഓൾറെഡി 262 വരെ നോട്ടിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് കഴിഞ്ഞ ദിവസത്തെ ലെവലാണ്, അത് നോക്കണ്ട, കഴിഞ്ഞു പോയതാണ്. ഇനി സിയിലാണെങ്കിൽ മാർക്കറ്റ് ഇപ്പോൾ SMA ഇപ്പോൾ സിയിൽ സപ്പോർട്ട് എടുത്തിട്ട്, അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ സപ്പോർട്ട് എടുത്ത് വരും എന്ന് പ്രതീക്ഷിച്ച പോലെ ഇവിടുത്തെ SMA അതായത് 175 ഭാഗത്ത് സിയിൽ സപ്പോർട്ട് എടുത്തിട്ട് തിരിച്ചു മുകളിലോട്ട് പോയാൽ 210 മുകളിലോട്ട് മാർക്കറ്റിൽ മൂവ് കിട്ടിയാൽ 233, 252, 285, 320 ഭാഗത്തേക്കായിരിക്കും ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്നത്. അപ്പോൾ എല്ലാത്തിനും ഇപ്പോൾ 140 മേജറായിട്ടുള്ള ക്യാൻഡിൽ ക്ലോസിങ് എൻ്റെ സ്റ്റോപ്പ് ലോസ് ഏരിയ പിനെ സംബന്ധിച്ച്. 175 താഴെ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് നെക്സ്റ്റ് ക്യാൻഡിൽ താഴത്തോട്ട് ഫാളായാലാണ് സിയുടെ സ്റ്റോപ്പ് ലോസ് കറക്റ്റായിട്ട് ഫോളോ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അല്ലാതെ ആവറേജിങ് ആണെങ്കിൽ ഹോൾഡ് ചെയ്ത് താഴത്തോട്ട് കൊണ്ടുവന്നിട്ട് കാര്യമുള്ളൂ, അല്ലാതെ ഹോൾഡ് ചെയ്ത് താഴത്തോട്ട് കൊണ്ടുവന്നിട്ട് കാര്യമില്ല. ഇതൊക്കെയാണ് എൻ്റെ സ്ട്രക്ചർ. ഇനി ഒരു കാര്യം കൂടെ നോക്കാനുള്ളത്, 30 മിനിറ്റിൽ RSIയിൽ ഒരു മടക്ക് വരാനായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അതേപോലെ 15 മിനിറ്റ്സിലും ഒരു ക്രോസ് ഓവർ വന്നിട്ടുണ്ട്. 5 മിനിറ്റിൽ ഓൾമോസ്റ്റ് താഴത്താണ്, SMA സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ 5 മിനിറ്റിൻ്റെ RSI മേളിലോട്ട് പോകണം, 30 മിനിറ്റിൻ്റെ RSI ഗ്രീനിൽ കയറണം, 15 മിനിറ്റ്സിൻ്റെ RSI ഗ്രീനിനകത്തോട്ട് കയറണം. എങ്കിൽ മാത്രമാണ് അത് നല്ലൊരു ഡൗൺ ആയി എന്നുള്ള കൺസെപ്റ്റിലേക്ക് പോകാനായിട്ട് പറ്റത്തുള്ളൂ. ഇവിടെ ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത് എന്താ പറയണ്ടേ, 30 മിനിറ്റ് നിലവിലത്തെ കണ്ടീഷനിൽ 30 മിനിറ്റും 15 മിനിറ്റ്സും അപ്പർ സൈഡാണ്. 5 മിനിറ്റ് ഒരു ക്രോസ് ഓവർ കിട്ടിക്കഴിഞ്ഞാൽ അപ്പർ സൈഡിലെ കോൺസെൻട്രേഷൻ കഴിഞ്ഞിട്ടേ പിന്നെ പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച്, കാരണം ഈ മാസം കംപ്ലീറ്റ് ചുമ്മാ ഒരു ട്രേഡ് എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. കറക്റ്റായിട്ടുള്ള സ്പേസസ് വരുന്ന അനുസരിച്ചിട്ട് സ്റ്റോപ്പ് ലോസിനെയൊക്കെ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് മാർക്കറ്റിൽ മൂവ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. കൺസിസ്റ്റൻ്റ് ആയിട്ട് നല്ല രീതിയിൽ പോകാനായിട്ടാണ്. അപ്പോൾ ക്ഷമയോടുകൂടി കാത്തിരിക്കുക. പറ്റില്ലേ, ഇപ്പോൾ അറിയാണ്ട് ഒരു ട്രേഡ് എടുത്തു, അത് ലോസിലേക്ക് പോവുകയാണെങ്കിൽ ഒന്നെങ്കിൽ ഓപ്പോസിറ്റ് ട്രേഡ് എടുത്തിട്ട് ലോസ് കുറക്കണം,
ഇല്ലെങ്കിൽ നമുക്ക് താങ്ങാൻ പറ്റാവുന്ന ലോസാണ്, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഏരിയ കഴിഞ്ഞ് അങ്ങ് പോവുകയാണെങ്കിൽ അതങ്ങ് എക്സിറ്റ് ചെയ്ത് ലോസിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. ഞാനെടുക്കുന്ന ട്രേഡ് ലോസ് ആയാലും അത് തിരിച്ചു മുകളിലോട്ട് വരും എന്ന് സ്വയം ചിന്തിക്കുന്നത് വലിയ മണ്ടത്തരാണ്. ചാർട്ടിൻ്റെ വഴിക്ക് പോവും, നമ്മൾ നമ്മളുടെ വഴിക്ക് പോവരുത്. നമ്മൾ ചാർട്ടിൻ്റെ വഴിയെ പോകാനായിട്ട് ശ്രമിച്ചാൽ മാത്രമാണ് ലോസിന് റിക്കവർ ചെയ്യാനും പ്രോഫിറ്റിലേക്ക് എത്തിക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഓപ്പർച്യൂണിറ്റീസ് കിട്ടുവാണെങ്കിൽ അതൊക്കെ എടുക്കുക എന്നുള്ളതാണ്. വേറെ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. എനിവേ മാർക്കറ്റ് ഓപ്പൺ ചെയ്യാനായിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുന്നു. കാത്തിരിക്കാം. ജസ്റ്റ് ആദ്യം 5 മിനിറ്റിലേക്കൊന്ന് മാറ്റാം. 5 മിനിറ്റിൽ എന്താണ് അവസ്ഥയെന്ന് നോക്കിയിട്ട് 15 മിനിറ്റ്സിലേക്ക് മാറ്റാം എന്നാണ് വിചാരിക്കുന്നത്. 5 മിനിറ്റിൽ നോക്കുമ്പോൾ സ്റ്റിൽ പി സൈഡാണ് RSI നിൽക്കുന്നത്. അപ്പോൾ ഈ RSI മേളിൽ പോയി ക്രോസ് ചെയ്ത് വന്ന് റെഡിലേക്ക് കയറി, അതോടൊപ്പം സിയുടെ RSI ക്രോസ് ചെയ്ത് നിലവിലത്തെ സാഹചര്യത്തിൽ ക്രോസ് ചെയ്താൽ 50% മുകളിലോട്ടും വരണം. പർട്ടിക്കുലർ ഒരു ലെവല് മാർക്കറ്റ് ബ്രേക്ക് ചെയ്യണം, എന്നാലേ കാര്യമുള്ളൂ. അല്ലാതെ ചുമ്മാ ചാടിക്കയറി എടുത്തിട്ട് കാര്യമില്ല. പിയുടെ ഹൈ ബ്രേക്ക് ചെയ്താൽ അവിടെ സ്കാൽപ്പിങ്, സിയുടെ ഹൈ ബ്രേക്ക് ചെയ്താൽ 220 സ്കാൽപ്പിങ്. സിയുടെ ഹൈ എന്ന് പറയണത് 217 220 ആദ്യം അത് ബ്രേക്ക് ചെയ്താൽ മാത്രം 232. പിയുടെ ക്യാൻഡിൽ വീക്കാണ്, പക്ഷെ SMA 181 ബ്രേക്ക് ചെയ്താൽ 85 ഒരു 4 പോയിന്റ്. 83, 85 ടച്ച് ചെയ്തിട്ടില്ല. 85 ഈ ക്യാൻഡിൽ വീക്ക് ആയതുകൊണ്ടാണ് നല്ല സ്ട്രെങ്ത്തിൽ മാർക്കറ്റ് പോകാത്തത്. ഇവിടെ 195 സി കറക്റ്റായിട്ടൊരു സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. കറക്റ്റ് 195 മാർക്കറ്റ് സപ്പോർട്ട് എടുത്തിട്ടാണ് സിയിൽ തിരിച്ച് മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി 195 ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വരുമ്പോൾ മാത്രമേ പിയിൽ അടുത്ത മൂവ്മെൻറ്റ് നോക്കാനായിട്ട് പറ്റത്തുള്ളൂ. കാരണം ഈ ഒരു ക്യാൻഡിൽ വീക്കാണ്. അപ്പോൾ അതുകൊണ്ട് അത് റെഡ് ആവുമോ എന്ന് നോക്കിയിട്ട് അടുത്ത പരിപാടി പ്ലാൻ ചെയ്യാം. 222.95 വരെ മാർക്കറ്റ് പോയിട്ടുള്ളൂ. ഇവിടെ 220 എൻ്റെ എൻട്രി എക്സിക്യൂട്ടീവ് ആയിരിക്കുന്നത്. എൻ്റെ സ്റ്റോപ്പ് ലോസ് ഏരിയ എന്ന് പറയുന്നത് 195. എൻ്റെ ടാർഗറ്റ് ഏരിയ 225 ബ്രേക്ക് ചെയ്താൽ 232 വരെ ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യും. നല്ലൊരു സപ്പോർട്ട് PE ഈ ഒരു ബ്ലൂ ലൈൻ ബേസ് ചെയ്തിട്ട് സപ്പോർട്ട് എടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അത് ആദ്യത്തെ സപ്പോർട്ടാണ്. RSI ചെറിയൊരു മടക്കൊക്കെ വന്നിട്ടുണ്ട് പിയിൽ. അതുകൊണ്ട് ഒരു വിക്ക് താഴത്തേക്ക് അടിച്ചാൽ അത് 143 വരെ വന്നാൽ അതനുസരിച്ചിട്ട് സി 232 252 235 എക്സ്പാൻഷൻ ആയിട്ടുണ്ട്. ഇനി 235 ബ്രേക്ക് ചെയ്യണം. 35 ബ്രേക്ക് ചെയ്താൽ 52 ഭാഗത്തേക്ക്, 52 കഴിഞ്ഞാൽ 70, 82. ഇപ്പോൾ ഇവിടെ എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ 3 ലോട്ടാണോ 2 ലോട്ട് കൊടുക്കുക. ഒരെണ്ണം 221 കോസ്റ്റ് ടു കോസ്റ്റ് വെച്ചിട്ട് കയ്യും കെട്ടി അവിടെ ഇരിക്കുക. വേറെ നിവൃത്തിയൊന്നും തൽക്കാലമില്ല. കാരണം 30 മിനിറ്റിൽ ഞാനീ പറഞ്ഞ പോലെ റെക്ടാങ്കിൾ ബോക്സിൻ്റെ മുകളിൽ 24,655 30 മിനിറ്റ് എത്തി നിൽക്കുന്നത്. അതൊരു കൺസോൾട്ടേഷൻ സോണാണ്. അതേപോലെ 15 മിനിറ്റ്സിലും ആദ്യത്തെ കൺസോൾട്ടേഷൻ സോണിലാണ് മാർക്കറ്റ് എത്തി നിൽക്കുന്നത്. ഇനി മേളിൽ 2 കൺസോൾട്ടേഷൻ സോണുണ്ട്. അപ്പോൾ എത്രമാത്രം അതിനൊരു പവർഫുള്ളായിട്ടുള്ള മൂവ് കിട്ടും എന്ന് പറയാനായിട്ടൊരു ഇത്തിരി ബുദ്ധിമുട്ടാണ്. 24,675 മാർക്കറ്റ് റീച്ച് ചെയ്യാനായിട്ടുണ്ട്. ഇവിടെയും 675 റീച്ച് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു മൂവും കൂടെ സിയുടെ മൂവ്മെൻറ്റിൽ വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ 252 ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. 33 മുകളിലോട്ട് 252 ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് 215 പോയിന്റ് കയറി കഴിയുമ്പോൾ 3 ലോട്ടിൽ 2 എണ്ണം കൊടുക്കുക, ഒരെണ്ണം കോസ്റ്റ് ടു കോസ്റ്റ് ഇടുക, കയ്യും കെട്ടിയിരിക്കുക. ഇനി അടുത്ത ടാർഗറ്റ് 270 ഒരു റിജക്ഷൻ ഉണ്ട്. അവിടെ നിന്നും മേളിലോട്ട് പോയാൽ 282 ആണ് അടുത്ത കൺസോൾട്ടേഷൻ സോൺ. 82, 85. ഞാൻ ഇന്നലെ ആ വീഡിയോയിലൊരു കാര്യം പ്രത്യേകം പറയുന്നുണ്ട്. മാർക്കറ്റ് ഡൗൺ ആയി, അപ്പായി. അപ്പോൾ എന്താ പറയേണ്ടത്, ഒരു വി ഷേപ്പിലെ ഫോർമേഷൻ വരാൻ ചാൻസ് ഉണ്ട്. അതായത് നേരെ ഇങ്ങനെ താഴത്തോട്ട് വന്നു, ഒരു വി പോലെ വന്നു, അത് തിരിച്ച് നേരെ ഞാൻ SMA സപ്പോർട്ട് എടുത്തിട്ട് പോകുമെന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷെ അത്രയും വേണ്ടി വന്നില്ല.
മാർക്കറ്റ് 190 24,600 സപ്പോർട്ട് എടുത്തിട്ട് ആ ഒരു വി ഷേപ്പ് മാർക്കറ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്നലത്തെ വീഡിയോയിൽ പ്രത്യേകം പറഞ്ഞതാണ്. ആർട്ട് ഓഫ് ട്രേഡിംഗ് എന്നൊരു കാര്യം ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആർട്ട് ഓഫ് ട്രേഡിംഗ് ഒരു കലാകാരനെ ഉണർത്തുക എന്നുള്ളത് ഇന്നലത്തെ വീഡിയോയിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതാണത് ഇങ്ങനെ നേരെ വന്നു അതേപോലെ തന്നെ മാർക്കറ്റ് വി ഷേപ്പിൽ മുകളിലോട്ട് പോയിട്ടുണ്ട്. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഡയറക്ഷൻ കൃത്യമായിട്ട് മനസ്സിലാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ 270 മുകളിൽ 285 ഇട്ട് പോവുമോ, അല്ലെങ്കിൽ 270 എന്നുള്ള ലെവലിൽ നിന്ന് അടുത്ത 15 മിനിറ്റ്സിൻ്റെ ക്യാൻഡിൽ മാർക്കറ്റ് അടുത്ത 15 മിനിറ്റ്സിൻ്റെ ക്യാൻഡിൽ മാർക്കറ്റിൽ ഒരു ഡയറക്ഷൻ എന്തായാലും വരും. ഒന്നെങ്കിൽ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് 270 ബ്രേക്ക് ചെയ്ത് 85 320 ഇല്ലെങ്കിൽ 270 ബ്രേക്ക് ചെയ്യാതെ തിരിച്ചു താഴത്തോട്ട് SMA ലക്ഷ്യമാക്കി സി ഡൗൺ ആവും. അങ്ങനെ സി ഡൗൺ ആവുമ്പോഴാണ് 143 തൊട്ട് 145 വരെയും അല്ലെങ്കിൽ SMA വരെയും പിയിൽ കോൺസെൻട്രേഷൻ ചെയ്യാനായിട്ടുള്ള സ്പേസ് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. 9:40 ആയിട്ടുണ്ട്, 5 മിനിറ്റ് കൂടെ ഉണ്ട്. അതിൻ്റെ അടുത്ത ക്യാൻഡിൽ അറിയാം മാർക്കറ്റ് 285 പോവോ അതോ തിരിച്ച് താഴത്തോട്ട് വരുമോ. പിയുടെ സ്ട്രൈക്ക് ഞാനൊന്ന് മാറ്റി പിടിക്കുകയാണ്. പിയുടെ സ്ട്രൈക്ക് 24,800 ഞാനൊന്ന് മാറ്റുന്നുണ്ട്. നിലവിലത്തെ പിയുടെ സ്ട്രൈക്ക് അൺവാലിഡായി, കാരണം അതിൻ്റെ ഡെൽറ്റ വാല്യൂ നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ സ്ട്രൈക്ക് ഒന്ന് മാറ്റി പിടിക്കുന്നുണ്ട്. ഓക്കെ, അടുത്ത 15 മിനിറ്റ്സിൻ്റെ ടൈം ഫ്രെയിം ഓപ്പണായി 285 മാർക്കറ്റ് റീച്ച് ചെയ്തു. അറ്റ് എ ടൈമിൽ എന്താ ഞാൻ പിയിൽ ഒരു പൊസിഷൻ ആവറേജ് ചെയ്യാൻ വേണ്ടി ബൈ ചെയ്തിട്ടിട്ടുണ്ട്. ഞാൻ പിയിൽ രണ്ടാമതൊരെണ്ണം എടുത്ത് ആവറേജിങ്ങിന് വേണ്ടി ഹോൾഡ് ചെയ്യുന്നുണ്ട്. വരുന്ന അതേ സ്പീഡിൽ തിരിച്ചു പോയിക്കൂടാകില്ല, കാരണം ഷോർട്ട് ടൈം ട്രേഡിംഗ് ആണ്. മാർക്കറ്റ് എവിടെ കൊണ്ട് വെച്ചോ അതേപോലെ തന്നെ തിരിച്ച് താഴത്തോട്ട് വരാനായിട്ടുള്ള പോസിബിലിറ്റി വെച്ചുകൊണ്ടാണ് ഓരോ 2 മിനിറ്റിൻ്റെ ക്യാൻഡിലാണെങ്കിലും 5 മിനിറ്റിൻ്റെ ക്യാൻഡിലാണെങ്കിലും റീച്ച് ചെയ്ത് നിൽക്കുന്നത്. 5 മിനിറ്റിൻ്റെ RSI ഓൾറെഡി കർവ് ആയിട്ടില്ല, അതുകൊണ്ടാണ് ആവറേജിങ് പൊസിഷനിൽ പി എടുത്തിട്ടതിൻ്റെ റീസൺ. ഈ RSI മേളിൽ പോയി ക്രോസ് ചെയ്ത് റെഡിലേക്ക് കയറിയാൽ മാത്രമാണ് പിയുടെ മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങത്തുള്ളൂ. അപ്പോൾ പ്രീവിയസ് ക്യാൻഡിൽ ഹൈ ഒക്കെ ബ്രേക്ക് ചെയ്താൽ ഒരു ഒറ്റയടിക്ക് മാർക്കറ്റ് ചിലപ്പോൾ 310 വരെയൊക്കെ പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പിയിൽ സ്റ്റോപ്പ് ലോസ് ഇടാതെ ഇരിക്കുന്നതിൻ്റെ റീസൺ. ഇവിടെ നിന്നൊരു ഹൈ വോളിയം ജനറേറ്റ് ചെയ്ത് സി മേളിലോട്ട് പോയി കഴിഞ്ഞാൽ ഒറ്റയടിക്കായിരിക്കും ഇവിടെ ഒരു ഗ്യാപ്പ് ഫില്ലിംഗ് ഉള്ളത് 311 വരെ. അപ്പോൾ ഒരു ഹൈ വോളിയം ജനറേറ്റ് ചെയ്താൽ മാർക്കറ്റ് പറന്നായിരിക്കും 311 ഇട്ട് പോണേ. 290 ആയിട്ടുണ്ട് ഈ ഒരു ലെവൽ വെച്ചിട്ട്. അതായത് ഒരു 296 ഒന്ന് കവറപ്പ് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ 311 മാർക്കറ്റ് ഒരു ഹൈ വോളിയത്തിൽ പോണേ. കാരണം അവിടെ ഒരു ചെറിയൊരു ഗ്യാപ്പ് ഫില്ലിംഗ് ഉണ്ട്. അത് ഫില്ല് ചെയ്യാൻ പോയിട്ടാണോ വരുന്നതെന്ന് മാത്രം അറിയേണ്ടതായിട്ടുള്ളൂ. ആ ഒരു ഒറ്റ സിനാരിയോ നിൽക്കുന്നതുകൊണ്ടാണ് ഞാൻ പിയിലെടുത്തിട്ട് ആവറേജിങ് പൊസിഷനാണ് നോക്കുന്നത്. താഴത്തോട്ട് പോയി കഴിഞ്ഞാൽ എനിക്ക് ആവറേജ് ചെയ്യണം എന്നുള്ള കൺസെപ്റ്റിലേക്ക് ഞാൻ പോയത്, അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് ഇടാതിരിക്കുന്നതിൻ്റെ റീസൺ സിയിൽ RSI ഈ ഒരു 311 320 ഫില്ല് ചെയ്യാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ സെക്കൻഡറി. ഇൻ കേസ് അത് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഗുണം, ഈ പോയിന്റും കൂടെ ക്യാപ്ചർ ചെയ്തെടുക്കാം. അപ്പോൾ മറ്റേതിൻ്റെ ലോസ് ഓൾമോസ്റ്റ് ടാലിയാവും. അത്രേ ഉള്ളൂ. വെറുതെ കളയണ്ടല്ലോ അവിടെ. അതുപോലെ കാരണം ഈ ഒരു ക്യാൻഡിൽ ഒരു ഇത്തിരി വീക്കാണ്, അതൊന്ന് റെഡ് ആവും. അത് റെഡ് ആയിട്ടൊക്കെ ഇനി പോകത്തുള്ളൂ. ഓക്കെ, അത് റെഡ് ആയിട്ടുണ്ട്. 307 ആയിട്ടുണ്ട്, 308 ആയിട്ടുണ്ട്, 312. അപ്പോൾ അത് വെറുതെ എന്തിനാണ് കളയുന്നത്? ഇനിയുള്ളത് 320 അതാണ് പറഞ്ഞത്. ഹൈ വോളിയത്തിലായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യുന്നത് സിംഗിൾ ക്യാൻഡിലിൽ. ഇങ്ങനെയാണ് സ്പേസസ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഈ സമയത്തൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് മാക്സിമം ലോട്ടൊക്കെ കൂട്ടി കൺഫർമേഷൻ മൂവ്മെൻറ്റ് വരുമ്പോഴത്തേക്കും മാക്സിമം ലോട്ടൊക്കെ കൂട്ടിയിട്ട് നമുക്ക് സ്കാൽപ്പ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ 315നും 320നും ഇടക്കാണ് ഈ റെസിസ്റ്റൻറ്റ് ലെവൽ വന്ന് നിൽക്കുന്നത്. 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ വെച്ച് നോക്കുമ്പോൾ ഇപ്പോഴാണ് ആ ഒരു മാല കംപ്ലീറ്റ് ആയത്. ഈ മാലയുടെ ഹൈയും തമ്മിൽ ടാലി ആവണമെങ്കിൽ മാർക്കറ്റ് 320 വരണം. അപ്പോഴാണ് അത് കറക്റ്റായിട്ട് ഫുൾഫില്ല് ചെയ്ത് നിൽക്കത്തുള്ളൂ. നോക്കി എന്ത് രസമായിട്ടാണ് ആ ഒരു ചാർട്ടിൻ്റെ റീഡിങ് നോക്കിയേ. നമ്മളിങ്ങനെ മാല അല്ലെങ്കിൽ പൂക്കൾ കറക്റ്റായിട്ട് കൊളുത്തി ഇടുന്ന പോലെയാണ്. ഇങ്ങനെ നമുക്ക് മനസ്സിലാക്കി എടുക്കുക. ഇതാണ് ചാർട്ട് പാറ്റേൺസ് എന്ന് പറയുന്നത്. ഇത് എൻ്റെ പാറ്റേൺ ആണ്.
മറ്റുള്ളവർ പലരും ഹെഡ് ആൻഡ് ഷോൾഡർ, കപ്പ് ആൻഡ് ഹോൾഡർ, ഇൻവെർട്ടർ ഫ്ലാഗ് അങ്ങനെയൊന്നൊന്നുമില്ല. ഒരു ചാർട്ടിൻ്റെ ഒരു സൈഡ് അതിൻ്റെ എക്സാക്റ്റ് ഓപ്പോസിറ്റ് സൈഡ് അങ്ങനെയുള്ളൂ. അപ്പോൾ 220 മാർക്കറ്റ് റീച്ച് ചെയ്തിട്ടുണ്ട്. 319 ഓൾമോസ്റ്റ് ഇന്നത്തെ പരിപാടി വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ കറക്റ്റ് 100 പോയിന്റ് ഞാൻ ഓൾറെഡി ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നോൺ സ്റ്റോപ്പായിട്ട് മാർക്കറ്റിൽ റൈഡ് ചെയ്തിട്ട് മാക്സിമം പീക്ക് ലെവലിൽ കൊണ്ടെത്തിക്കുന്ന രീതിയിലുള്ള വീഡിയോ ചെയ്യാം എന്ന് ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്താ ട്രെയിൽ ചെയ്ത് എങ്ങനെ കൊണ്ടുപോകാം, മാക്സിമം പോയിന്റ് എങ്ങനെ എടുക്കാം, 10 പോയിന്റ് 20 പോയിന്റ് അല്ലാതെ നല്ല പോയിന്റുകൾ റൈഡ് ചെയ്തിട്ട് എങ്ങനെ എടുക്കാൻ പറ്റും എന്നുള്ളത് ഏറ്റവും അടുത്ത ദിവസം കാണിച്ചു തരാം എന്നാണ് പറഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ ഇവിടെയൊന്നും ഇനിയും നിൽക്കാനുള്ള ഉദ്ദേശമൊന്നും ഇല്ല മാർക്കറ്റിന്. മാർക്കറ്റ് എൻ്റെ കണക്കുകൾ പ്രകാരമാണെങ്കിൽ 337 വരെ വരാനായിട്ടുണ്ട്. അപ്പോൾ മാർക്കറ്റ് 337 ആയിട്ടുണ്ട്. 118 പോയിൻ്റാണ് മാർക്കറ്റിൽ മൂവ് ചെയ്ത് നിൽക്കുന്നത്. ഓക്കെ, അടുത്ത ക്യാൻഡിൽ ഫോം ചെയ്യുന്നുണ്ട്. ആ ക്യാൻഡിൽ ഒരു ഇത്തിരി വീക്കാണ്. RSIയിൽ ചെറിയൊരു മടക്ക് വരുന്നുണ്ട്. ഇത് റെഡായിട്ട് തിരിച്ച് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ ആവറേജിങ്ങിനെ പറ്റി ആലോചിക്കും. ഫസ്റ്റ് ആവറേജിങ്, കാരണം ഇതൊരു മോർണിംഗ് സ്റ്റാർ ആയിട്ട് ആക്ടിവേറ്റ് ചെയ്താൽ ഈ പറഞ്ഞ പോലെ 185 ബ്രേക്ക് ചെയ്തിട്ട് മേളിലോട്ട് മാർക്കറ്റ് മൂവ് ചെയ്യണം. അപ്പം എന്ത് ചെയ്യാം, 2 ലോട്ടിൽ ഇപ്പം എൻ്റെ ആവറേജിങ് സിംഗിൾ ലോട്ടിൽ ബൈ ചെയ്തത് 179 ഇപ്പം ഞാനത് ആവറേജ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ആവറേജിങ് ബൈ പ്രൈസ് എങ്ങോട്ട് വരും, പ്രീവിയസ് ക്യാൻഡലിൻ്റെ ഹൈയിലേക്ക് വരും. എൻ്റെ ആവറേജിങ് പ്രൈസ് മേളിൽ കിടന്നത് പ്രീവിയസ് ക്യാൻഡലിൻ്റെ ഹൈയിലേക്ക് വരും. RSIയിൽ ക്രോസ് ഓവർ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നിലവിൽ ആവറേജിങ് ബൈ പ്രൈസിന് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ 166 SMA ഭാഗത്തേക്കൊക്കെ മാർക്കറ്റ് റിവേഴ്സ് ആവുമോ എന്ന് നോക്കണം. അപ്പോൾ പി ഹോൾഡ് ചെയ്തു, ഓപ്പോസിറ്റ് സി പ്രോഫിറ്റ് എടുത്തു, പ്രോഫിറ്റ് ബുക്ക് ചെയ്തു, ദെൻ ആവറേജ് ചെയ്ത് പിയിൽ കോസ്റ്റ് ടു കോസ്റ്റിലേക്ക് വന്നാലും ലാഭമല്ലേ. നോക്കിയേ, കറക്റ്റായിട്ട് മോർണിംഗ് സ്റ്റാർ പോലെ ആക്ടിവേറ്റ് ചെയ്തു, കറക്റ്റായിട്ട് പർട്ടിക്കുലർ പോയിന്റിൽ ആവറേജ് ചെയ്തു, കോസ്റ്റ് ടു കോസ്റ്റ് വന്നില്ലേ. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഈ കോസ്റ്റ് ടു കോസ്റ്റിലേക്ക് വരുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? അത് അവിടെ ചെയ്യാൻ പറ്റുന്ന അടുത്തൊരു മെത്തേഡ് ഞാൻ കാണിച്ചു തരാം. കോസ്റ്റ് ടു കോസ്റ്റിലേക്ക് വരട്ടെ. ഓക്കെ, കോസ്റ്റ് ടു കോസ്റ്റ് വന്നു. അപ്പോൾ അവിടെ എന്ത് ചെയ്യാൻ പറ്റും? 465 പ്രോഫിറ്റ് നേരെ എങ്ങോട്ട് പോയി? 165 റെസിസ്റ്റൻ്റ് ഉണ്ട്. എവിടെ റെസിസ്റ്റൻ്റ് ഉണ്ട്? 164 റെസിസ്റ്റൻ്റ് ഉണ്ട്. ആ റെസിസ്റ്റൻറ്റിൽ മുട്ടുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? അല്ലെങ്കിൽ വേണ്ട, കോസ്റ്റ് ടു കോസ്റ്റ് 2 ലോട്ട് കൊടുത്തു. അതായത് ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ മാക്സിമം എങ്ങനെ ഹോൾഡ് ചെയ്ത് കാണിക്കാം എന്ന് ഇന്നലെ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലാഭമാണെങ്കിലും നഷ്ടമാണെങ്കിലും ഈ ഒരു RSI മേളിൽ പോയി ക്രോസ് ഓവർ ആവണം. ആ ക്രോസ് ഓവർ ആവുന്നതിനെ സംബന്ധിച്ച് മാർക്കറ്റ് എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ളതാണ് പ്രാധാന്യം. ഒന്നെങ്കിൽ മാർക്കറ്റ് 140 താഴെ വന്നിട്ട് ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ട് അത് എക്സിറ്റ് ആവണം. ഇല്ലാന്നുണ്ടെങ്കിൽ RSI ഗ്രീനും കൂടെ കവറപ്പ് ചെയ്ത് മേളിലോട്ട് പോയി കഴിഞ്ഞാൽ 205, 228. അപ്പോൾ ഈ ഒരു RSI ക്രോസ് ഓവറിന് വെച്ചിട്ട് എങ്ങനെയാണ് ഒരു ലോങ് ഹോൾഡ് ചെയ്യുന്നതെന്ന് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ മാക്സിമം കാണിക്കാനായിട്ട് ശ്രമിക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ 140 എക്സിറ്റ്, ഇല്ലാന്നുണ്ടെങ്കിൽ 205. അതിനാണ് ഫസ്റ്റ് പ്രയോറിറ്റി. ഓക്കെ, SMA ഓൾമോസ്റ്റ് മാർക്കറ്റ് ടച്ച് ചെയ്തു, സ്ട്രൈക്ക് ഓൾമോസ്റ്റ് ഇൻഡെക്സിന് ടച്ച് ചെയ്തു. അപ്പോൾ എന്തായി? SMA 5 മിനിറ്റിൽ ടച്ച് ചെയ്തില്ലേ. ഇനി 15 മിനിറ്റ്സ് ആണ് താഴത്തുള്ള SMA. ഓക്കെ, അടുത്ത ലെവൽ മാർക്കറ്റ് ഒരു വിധത്തിൽ നാറാണത്ത് പ്രാന്തം കല്ലുരുട്ടി കയറ്റുന്നത് പോലെ പൊക്കത്ത് കൊണ്ട് വെക്കും. 1, 2 ദിവസം ഉള്ളത് 3/4 ദിവസം 1/3 ആയിട്ട് മാർക്കറ്റ് താഴെ കൊണ്ടുവരും. ഇതാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത്, നാറാണത്ത് പ്രാന്തം കല്ലുരുട്ടി കയറ്റി താഴത്തോട്ട് ഇടുന്നത്. അപ്പോൾ ആ കുന്നിൻ്റെ മോള് വരെ നമ്മൾ ശ്രദ്ധിച്ച് കൊണ്ടെത്തിയിട്ട്, അപ്പോൾ ആ ഒരു മൂവ്മെൻറ്റ് ഞാൻ കുറച്ച് നേരത്തെ പ്രതീക്ഷിച്ചു. ഈ ഒരു ക്യാൻഡിൽ വീക്ക് ആയതുകൊണ്ട്, അതായത് 15 മിനിറ്റ്സിൻ്റെ ഈ ഒരു ക്യാൻഡിൽ വീക്ക് ആയതുകൊണ്ട് ആ ക്യാൻഡിൽ ഫോം ചെയ്തപ്പോൾ തന്നെ ഞാൻ ഡൗണിലേക്ക് പ്രതീക്ഷിച്ചു. അപ്പോഴാണ് സിയിൽ ഒരു സ്പേസ് ഫില്ല് ചെയ്യാനായിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലായത്. അതുകൊണ്ടാണ് പി ഹോൾഡ് ചെയ്ത് സിയിൽ ആ പ്രോഫിറ്റ് എടുത്തതിന് ശേഷം വീണ്ടും ആവറേജ് ചെയ്ത് കോസ്റ്റ് ടു കോസ്റ്റ് ആക്കി 1 സ്റ്റാർട്ട് ചെയ്തിട്ട് പിയിൽ
ഈ ഒരു ലെവലിലേക്ക് മാർക്കറ്റിലേക്ക് കൊണ്ടെത്തിച്ചത്. ഇനി വരുന്ന ഫ്ലോയ്ക്ക് വളരെ സ്പീഡായിരിക്കും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയണ്ടേ, നല്ല രീതിയിൽ മാർക്കറ്റ് ഡൗൺ ആയിട്ട് വരും. 215 എത്തിയിട്ടുണ്ട്. RSI ഇനിയും മേളിലോട്ട് പോകാനായിട്ട് ബാക്കി. ഇനി അടുത്ത ലെവൽ എവിടെയാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 228. ഇനി ഭയങ്കര സ്പീഡായിരിക്കും മാർക്കറ്റിൽ. ഓൾമോസ്റ്റ് ഇവിടെ 1, 2, 3, 4, 5, 6 ക്യാൻഡിൽ റെസിസ്റ്റ് ചെയ്ത ഏരിയ ആണ്. അപ്പോൾ അവിടെ ഒറ്റടിക്കൊന്നും ബ്രേക്ക് ചെയ്ത് പോകും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പോയാൽ ഹൈ വോളിയത്തിൽ ബ്രേക്കൗട്ടായി പോകണം. അപ്പോൾ ആദ്യത്തെ റിജക്ഷൻ 250 to 256, അത് കഴിഞ്ഞാൽ പിന്നെ 289, പിന്നെ 323 ആണ്. അത് ഈ SMA മുട്ടുന്നതിനെ ബേസ് ചെയ്തിട്ടിരിക്കും 15 മിനിറ്റ്സിൽ. ഇപ്പോൾ എൻ്റെ 256 ടാർഗറ്റ് ടച്ച് ചെയ്യുന്നില്ലല്ലോ, മാർക്കറ്റ് റെഡ് ആവുകയാണല്ലോ. അങ്ങനെ പേടിച്ചിരുന്നിട്ടൊന്നും ഒരു കാര്യമില്ല. കാരണം ഇവിടെ പക്കാ റെസിസ്റ്റൻസ് സോണാണ്. 5, 8, 10 ആളുകൾ ഇവിടെ നിൽക്കുന്നുണ്ട്. 10 ആളുകൾ ഇവിടെ നിൽക്കുന്നുണ്ട്. ഇവിടെ നിന്ന് 4 ആളെയും കൊണ്ട് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ അംഗബലം ഇവർക്കാണ് കൂടുതൽ. അപ്പോൾ സ്വാഭാവികമായിട്ടും ആളെ കൂട്ടാൻ വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരും. പുതിയ ആളുകളൊക്കെ വന്ന് കൂട്ടത്തിൽ കൂടി ഈക്വൽ ആയി കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഇവരെക്കാളും ഒരു പടി മുകളിൽ ഇവർ വന്നു കഴിഞ്ഞാൽ മാത്രമാണ് അത് ബ്രേക്ക് ചെയ്ത് 256 ഇട്ട് പോകത്തുള്ളൂ. അതുവരെ റെഡും ഗ്രീനും ഇങ്ങനെ മാറി വന്നുകൊണ്ടിരിക്കും. മാക്സിമം ഇവിടെ ഫൈറ്റിങ് നടക്കും. ഈ ക്യാൻഡിൽ വന്ന് നിൽക്കുന്ന സ്ഥലം തൊട്ട് പുറകിട്ട് പ്രൈസ് ലൈൻ വെച്ച് നോക്കിയാൽ അറിയാൻ പറ്റും. അവിടെ നല്ല രീതിയിൽ കൺസോൾട്ടേഷൻ ആയിട്ട് നിൽക്കുന്ന സ്ഥലമാണ്. സ്വാഭാവികമായിട്ടും അത് റെസിസ്റ്റൻ്റ് ആണ്. പിന്നെ ഞാൻ വെയിറ്റ് ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ഈ ഒരു SMA ഒന്ന് ടാലി ആവണം. SMA ടാലി ആയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ 256 മാർക്കറ്റ് ടാലി ആയിട്ടുണ്ട്. 289 വരെ ചെല്ലണം. കാരണം രാവിലെ ഇതേപോലത്തെ ഒരു ടാർഗറ്റ്, ആ ഒരു ടാർഗറ്റ് റീച്ച് ചെയ്യാതെയാണ് മാർക്കറ്റ് വന്നത്. മാർക്കറ്റ് കൺസോൾട്ടേഷൻ ഷോർട്ട് ടൈം ട്രേഡിംഗ് ആണോ എന്ന് അറിയാൻ വേണ്ടി സിയിലും പിയിലും തുല്യ പ്രാധാന്യമുള്ള 2 ലെവലുകൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സിയിലും പിയിലും കൃത്യമായിട്ട് മുട്ടേണ്ട ലെവലുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സിയിലതാണ് ആദ്യം മുട്ടിയത്, പിയിലത് ഓൾമോസ്റ്റ് മുട്ടിയില്ലായിരുന്നു. അപ്പോൾ ആ സിയിൽ മുട്ടാനായിട്ട് മിച്ചം വെച്ചിരിക്കുന്ന ലെവലുകളാണ് ഇത്. വേറെ സ്ട്രൈക്കാണ്, രാവിലെ എടുത്ത സ്ട്രൈക്ക് ഇതല്ലായിരുന്നു. ഇപ്പോഴത്തെ സ്ട്രൈക്കും പ്രകാരം 273, 289 അടുത്ത മാർക്കറ്റിൻ്റെ ലെവൽ. അതിൽ 273 അത്യാവശ്യം തരക്കേടില്ലാത്ത ഒരു ലെവലാണ് മുട്ടേണ്ട. അപ്പോൾ അത് താഴത്തുനിന്ന് എടുത്ത് ട്രെയിൽ ചെയ്ത് വന്നാൽ അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അല്ലാതെ നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റില്ല. 100% ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു ലെവൽ തന്നെയാണ് 273 എന്നുള്ളത്. 101% 273.35. അത് എനിക്ക് ഉറപ്പുള്ളൊരു സ്പേസാണ്. ചെറുതായിട്ട് ഇവിടെ ഒരു സ്ട്രഗിൾ വരും കേട്ടോ. കാരണം 30 മിനിറ്റ് ഇവിടെ ഒരു വൈറ്റ് ഡോട്ട് ഉണ്ട്. ആ വൈറ്റ് ഡോട്ടിൻ്റെ ഭാഗത്ത് ഒന്ന് സ്ട്രഗിൾ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതൊന്ന് കടന്നിങ്ങ് കിട്ടണം, പിന്നെ സ്മൂത്തായിട്ട് ഇങ്ങ് പോകുന്നുള്ളൂ. 273 എന്തായാലും കിട്ടണം, അതിനകത്ത് ഒരു കോംപ്രമൈസും ഇല്ല. ഓക്കെ, 276, 24, 585 ഒരു സപ്പോർട്ട് ഉണ്ട്. ആദ്യം ഒരു മോർണിംഗ് സ്റ്റാർ പ്രതീക്ഷിച്ചു, രണ്ടാമത്തെ മോർണിംഗ് സ്റ്റാർ. ഒരു മോർണിംഗ് സ്റ്റാർ ഒക്കെ വന്നു കഴിഞ്ഞാൽ റൈഡിന് ഭയങ്കര സ്ട്രെങ്ത് ആയിരിക്കും. ഏറ്റവും കൂടുതൽ മാർക്കറ്റ് റൈഡ് ചെയ്യുന്ന ഒരു മൂവ്മെന്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഫസ്റ്റ് മോർണിംഗ് സ്റ്റാർ അല്ലെങ്കിൽ ഈവനിങ് സ്റ്റാർ. ഇപ്പോൾ ഒരു ഓപ്ഷൻ ബൈയറിനെ സംബന്ധിച്ച് മോർണിംഗ് സ്റ്റാറിനാണ് പ്രാധാന്യം, സിയിലാണെങ്കിലും പിയിലാണെങ്കിലും. പിന്നെ എൻഗൾഫിംഗ് ക്യാൻഡിൽ, ഇൻസൈഡ് ബാർ ക്യാൻഡിൽ, അതൊക്കെയാണ് ഏറ്റവും കൂടുതൽ റൈഡ് കിട്ടാനായിട്ടുള്ള പോസിബിലിറ്റി ഉള്ളത്. മോർണിംഗ് സ്റ്റാറാണ് ഏറ്റവും കൂടുതൽ റൈഡ് കിട്ടാനായിട്ടുള്ള ചാൻസ് ഉള്ളത്. അപ്പോൾ ക്രോസ് ഓവർ ടു ക്രോസ് ഓവർ ആണെങ്കിലോ ഈ പറഞ്ഞ 266 എക്സിറ്റ് ചെയ്യാം. ക്രോസ് ഓവർ ടു ക്രോസ് ഓവർ മാനദണ്ഡം പ്രകാരം 260 എക്സിറ്റ് പോയിന്റ് ആണ്. രണ്ടാമത് ഈ ക്രോസ് ഓവർ ഈ റെഡിലേക്ക് കയറുന്ന സമയത്ത് 2 കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. ഒന്നെങ്കിൽ ഹൈ വോളിയത്തിൽ മാർക്കറ്റ് മുകളിലോട്ട് പോകണം, ഇല്ലെങ്കിൽ അതിൻ്റെ ഒപ്പം റെഡിലേക്ക് മുട്ടുന്ന സമയം താഴത്തോട്ട് വരണം. അപ്പോൾ എന്നെ സംബന്ധിച്ച് വളരെ 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 സേഫ് ആയിട്ടുള്ള സോണാണ് ഇത്. ഈ സമയത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒന്നും ഒരു പ്രശ്നമില്ല. അപ്പോൾ ഏകദേശം ഇന്നത്തെ പരിപാടി ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. അപ്പോൾ കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർ നേരിട്ട് വിളിക്കുക. പ്രീവിയസ് ആയിട്ടുള്ള ഈ വീഡിയോസൊക്കെ കണ്ട് ടെലഗ്രാമിലൊക്കെ ഒന്ന് കോൺസെൻട്രേഷൻ ചെയ്തിട്ടൊക്കെ ഒന്ന് വിളിച്ചാൽ മതി. ഗ്രീൻ ക്യാൻഡിൽ അവിടെ സപ്പോർട്ട് എടുക്കുന്നുണ്ട്. അതവിടുന്ന് സപ്പോർട്ട് എടുത്താൽ SMA വരുന്നത് ഒരു ഇത്തിരി ടഫാണ്.
അതേപോലെ റെഡ് ക്യാൻഡിലും ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് കൺസോൾട്ടേഷൻ സോണുമാണ്, അതുകൊണ്ടാണ് സേഫ് ആയത്. അപ്പോൾ നന്നായിട്ടൊക്കെ ആലോചിച്ചിട്ട് വിളിക്കുക. ഇന്നത്തെ ഡേ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ പറഞ്ഞു വരുന്നത്, ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ നേരിട്ട് വിളിക്കാവുന്നതാണ്. അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനലിൽ തന്നെ ഒരുപാട് ലൈവ് വീഡിയോസ്, അത് അല്ലാതെ തന്നെ വേറെ പല വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് മൊത്തത്തിലൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കി ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ്, അല്ലെങ്കിൽ ഒരു എൻട്രി എക്സിറ്റ് ലെവലുകളൊക്കെ ഇതിൽ പറഞ്ഞ് പോകുന്ന കാര്യങ്ങളൊക്കെ ഒരുവിധം ഒരു 80% മേലെ സക്സസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേരിട്ട് കണ്ട് ബോധ്യപ്പെടേണ്ടതായിട്ടുണ്ട്. അതേപോലെ പബ്ലിക് ടെലഗ്രാം ചാനലിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതിൽ 2023 മുതലുള്ള കാര്യങ്ങളൊക്കെ അപ് ടു ഡേറ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം ഈ ഒരു സ്ട്രാറ്റജി ചാർട്ട് നിങ്ങൾ റീഡ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുകൊണ്ട് നിങ്ങളുടെ ട്രെയിനിങ് ലൈഫിൽ എന്തൊരു മെച്ചം ഉണ്ടാക്കാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങളുടെ ലോസ് കൺട്രോൾ ചെയ്യാൻ പറ്റും. കുറച്ചും കൂടെ ബെറ്റർ എൻട്രി എക്സിറ്റൊക്കെ നിങ്ങൾക്ക് ഇതുവഴി കണ്ട് മനസ്സിലാക്കാൻ പറ്റും. അതുകൂടാതെ തന്നെ നല്ല എക്സ്പെർട്ടായിട്ടുള്ള ട്രേഡർക്ക് ഈ ഒരു ചാർട്ട് പഠിച്ചു കഴിഞ്ഞാൽ അവർ തീരുമാനിക്കുന്ന കാര്യങ്ങൾക്ക് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ, ഒരു കുറച്ചും കൂടെ ഒന്ന് സപ്പോർട്ടീവായിട്ടുള്ള ഒരു അനദർ ഫാക്ടർ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ട്രേഡിങ് കുറച്ചും കൂടെ സക്സസ് ആക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള വിശ്വാസമുള്ളവർക്കും ഈ ഒരു ചാർട്ട് പഠിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. എന്ത് സപ്പോർട്ടും എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും. അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു ട്രേഡർ ആവാനായിട്ട് സാധിക്കട്ടെ, കൺസിസ്റ്റൻ്റായിട്ട് പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്ന ഒരു ട്രേഡർ ആവാനായിട്ട് സാധിക്കട്ടെ, അതിന് ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുന്നു. ഓൾ ദി ബെസ്റ്റ്.